നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം പട്ടത്താനം ജവഹർ നഗറിൽ മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടൽ മാറാതെ കഴിയുകയാണ് അയൽവാസികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ. എപ്പോഴും കുട്ടികളുടെയും അച്ഛന്റെയും കളിചിരികൾ നിറഞ്ഞു നിന്ന വീടായിരുന്നുവെന്നും അയൽവാസികൾ പറയുന്നു. ലക്ഷ്മിയുടെ കുടുംബ വീടായിരുന്നു ഇവിടെ. ലക്ഷ്മിയുടെ മാതാപിതാക്കൾ സഹോദരനൊപ്പം താമസമാക്കിയ ശേഷമാണ് പ്രമോദും കുടുംബവും ഇവിടേക്ക് വന്നത്. ചെമ്പകശ്ശേരിയിൽ ജോസ് പ്രമോദ്, മക്കളായ ദേവനാരായണൻ, ദേവനന്ദ എന്നിവരാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കൾ രണ്ടുപേരുടെ മൃതദേഹം വീടിനുള്ളിലെ കോണിപ്പടിയുടെ കൈവരിയിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു കണ്ടത്. ജോസ് പ്രമോദിന്റെ ഭാര്യ ഡോക്ടർ ലക്ഷ്മി 2 മാസമായി സമീപത്തെ ഹോസ്റ്റലിലാണ് താമസം. സംഭവ സമയം അച്ഛനും മക്കളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. കുട്ടികൾ രണ്ടുപേരുടെയും മരണം കഴുത്തിൽ കയറ് കുരുങ്ങിയിട്ടാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സംഭവ ദിവസം പുലർച്ചെ 1:15 സഹോദരൻ ജോസ് പ്രകാശനും ലക്ഷ്മിക്കും പ്രമോദ് ഫോണിൽ ശബ്ദ സന്ദേശം അയച്ചിരുന്നു. മക്കളുമായി ജീവിതം അവസാനിപ്പിക്കുന്നു എന്നും എന്റെ മക്കളെ എനിക്കടുത്തു തന്നെ അടക്കം ചെയ്യണമെന്നും മക്കളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും അതിനാലാണ് മക്കളെയും കൂട്ടി ഈ ഒരു സംഭവം നടത്തുന്നത് എന്നാണ് സഹോദരൻ അയച്ച സന്ദേശത്തിനുണ്ടായിരുന്നത്. രാവിലെ സന്ദേശം കണ്ട ലക്ഷ്മി സഹോദരനും ബന്ധുക്കളെയും വിവരം അറിയിച്ചു. ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് ഉൾപ്പെടെ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. അകത്തു കടന്ന് വിളിച്ചു നോക്കിയെങ്കിലും ആരും കതക് തുറന്നില്ല. മുൻവശത്തെ കിടപ്പുമുറിയുടെ ജനൽ തുറന്നപ്പോഴാണ് പ്രമോദിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഡോക്ടർ ലക്ഷ്മിയും പോലീസും സ്ഥലത്തെത്തി വീട് തുറക്കുകയായിരുന്നു. പോലീസും ബന്ധുക്കളും ചേർന്ന് മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻപ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ ലക്ഷ്മി PG പ്രവേശന പരീക്ഷയ്ക്കുള്ള പഠനത്തിനു വേണ്ടിയിട്ടാണ് വീടിന് 500 മീറ്റർ ദൂരെയുള്ള ഹോസ്റ്റലിലേക്ക് മാറിയത്. കുറച്ചുനാളായി ലക്ഷ്മി വീട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പ്രമോദ് തന്റെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പ്രമോദിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇരുവരുമായി സംസാരിച്ചിരുന്നു. തട്ടാമല സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായിരുന്ന ജോസ് പ്രമോദും കോളേജ് അധ്യാപക ദമ്പതിമാരുടെ മക്കളായ ലക്ഷ്മിയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. വിവാഹശേഷം പ്രമോദ് 2 തവണ ഗൾഫിൽ പോയിരുന്നു. മക്കളെ നോക്കാനാണ് തിരികെ വന്നത്. തട്ടാമലയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. 1 വർഷത്തിന് മുൻപാണ് ഇവർ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയത്. 2 ദിവസം മുമ്പ് വരെ അയലത്തെ കുട്ടികൾക്കൊപ്പം ദേവനാരായണനും ദേവനന്ദയും കളിക്കാൻ ഉണ്ടായിരുന്നു എന്നതാണ് അവരേറെ വേദനിപ്പിക്കുന്നത്. 2 ദിവസമായി കുട്ടികളെയും പ്രമോദിനെയും പുറത്തേക്ക് അധികം കാണുന്നില്ല എന്നും അയൽവാസികൾ പറഞ്ഞിരുന്നു. 8 വർഷത്തോളമായി പ്രമോദ് ജോലിക്കൊന്നും പോയിരുന്നില്ല. സ്ഥിരം മദ്യപാനിയായിരുന്നു. പ്രമോദും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്നും തുടർ പഠനത്തിനായി ലക്ഷ്മി മറ്റൊരിടത്തേക്ക് മാറിയതിന് പിന്നാലെയാണ് കുടുംബവുമായി ഏറെ അകൽച്ചയിലായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഈ കാരണങ്ങളിലൊക്കെ പ്രമോദ് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ മലപ്പുറം ചങ്ങരംകുളത്ത് 2.5 വയസ്സുകാരി കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. റഫീഖിന്റെ മകൾ ഇഷ മെഹറിനാണ് മരിച്ചത്. ഒപ്പം കണ്ടെത്തിയ മാതാവ് ഹസീനയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആത്മഹത്യാ ശ്രമമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന ഹസീനയെ മകൾ ഇഷ മെഹറിനെയും രാവിലെ കാണാതായതിനെ തുടർന്നാണ് ഭർത്തൃ വീട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി ഇരുവരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇഷ മെഹറിൻ മരിച്ചിരുന്നു. മാതാവ് ഹസീനയെ ഗുരുതര പരിക്കുകളോടെ വളാഞ്ചേരി നടക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പെരുമ്പടപ്പ് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ആത്മഹത്യാ ശ്രമമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.